Hallelujah. See, it is very easy to say I am washed, but it is very difficult to make that consciousness that I am washed. നമുക്ക് വാഗൊണ്ട് പറയാൻ എളുപ്പമാണ് ഞാൻ കഴുകപ്പെട്ടു, എന്നാൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് ആ ബോധ്യം ജനിക്കാനാണ് പാട്. Devil will attack you by saying you did not wash. Who told you all this foolishness? You are not washed. Still you are under the bondage of the devil. You are not justified. Who said that? Simply wasting your time. പിശാച് എപ്പോഴും ഈ ദുർമനസാക്ഷി നമ്മളിൽ കൊണ്ടുവന്നിട്ട് നീ നീതീകരിക്കപ്പെട്ടോ ഇല്ലല്ലോ, നീ വീണ്ടും ഇതേ ചെയ്യുന്നേ, ചുമ്മാ പറയുക എന്ന് പറഞ്ഞ് നിന്നെ പിന്നെയും തളർത്താൻ നോക്കും. വേറെ പണിയൊന്നുമില്ലേ? വേറെ പണിയൊന്നും. Yeah, this problem has started from the Garden of Eden. God said, you are in my image. Devil said, no. If you eat only, you will be. ദൈവം പറഞ്ഞു നിങ്ങൾ എന്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, എന്നാൽ പിശാച് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ മാത്രമാണ് ദൈവത്തെ പോലെ ആവുക എന്ന്. God said, you are already. ദൈവം പറഞ്ഞു നിങ്ങൾ അങ്ങനെ തന്നെയാണ്. Same thing is here. അതേ കാര്യം തന്നെയാണ് ഇവിടെ. Through the cross you are sanctified. കുരിശ് വഴി നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. Through the cross you are washed. കുരിശ് വഴി നിങ്ങൾ കഴുകപ്പെട്ടു. Through the cross you are justified. കുരിശ് വഴി നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. Devil will say, no. പിശാച് പറയും ഇല്ല. You are not. If then why this? If then why that? അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ടാ, അങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ടാ സംഭവിച്ചത് എന്നിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ചഞ്ചലം ഉണ്ടാക്കും, ഡൗട്ട് ഉണ്ടാക്കും. Then why this heart problem? എന്തുകൊണ്ടാണ് ഈ ഹൃദയത്തിന് പ്രശ്നം? Why this leg issue? എന്തിനാണ് ഈ കാലിന്റെ പ്രശ്നം? Why this memory issue? എന്തുകൊണ്ടാണ് ഈ ഓർമ്മയിലുള്ള പ്രശ്നം? Oh, then you will cut everything from this. I have headache, so this word of God is not true. എനിക്ക് തലവേദനയുണ്ട്, അപ്പൊ എഴുതി വെച്ചിരിക്കുന്ന ഈ I have back pain, that's why this word of God is not true. അതെ, എനിക്ക് നടുവേദനയുണ്ട്, അതുകൊണ്ട് ഈ വചനം ശരിയല്ല. Defend your present realities with the truth of the word of God. നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തെ ദൈവത്തിന്റെ വചനത്താൽ തടസ്സപ്പെടുത്തി defend. Say it. പ്രതിരോധിക്കണം. The word of God is a sword. കർത്താവിന്റെ വചനം ഒരു വാളാണ്. Once it enters inside you, അത് നിങ്ങളുടെ അകത്തോട്ട് കയറുമ്പോൾ it will like a double-edged sword. അത് രണ്ടറ്റമുള്ള ഒരു വാളാണ്. First it will cut your mind. അത് നമ്മുടെ മനസ്സിനെ, what thoughts comes in your mind, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തയെ, your character, your attitude, your mentality, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്താഗതികളെ, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ വൈകാരികതകളെ, and the word becomes living. ദൈവത്തിന്റെ വചനം ജീവനുള്ളതായി and powerful, ശക്തിയുള്ളതായി. Then whatever comes against it, നിങ്ങൾക്ക് എതിരെ വരുന്നതിനെ it opposes, അതിനെ പ്രതിരോധിക്കുകയാണ്. And the best thing is, ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് love of God. ദൈവത്തിന്റെ സ്നേഹമാണ്. In Eden garden, ഏദനിലെ തോട്ടത്തില് they were created in the image of God. അവർ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടെ. Every day the Father used to come. എല്ലാ ദിവസവും പിതാവ് ഇറങ്ങി വരുമായിരുന്നു. They have a relationship and fellowship. അവർക്ക് അടുത്ത ബന്ധമായിരുന്നു. They were always face to face with God. അവർ എപ്പോഴും ദൈവത്തോട് മുഖാമുഖമായിരുന്നു. But the moment he sinned, ആ പാപം വന്നപ്പോൾ he moved away from the love of God. അവർ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഓടി ഒളിച്ചു. The first thing he did is went and hid behind the tree. അവർ ആദ്യം ചെയ്തത് അവർ തന്നെ വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചു. But the same night, evening, God came. അതേ രാത്രി ദൈവം വന്നു. Adam, where are you? ദൈവം ചോദിക്കുന്നു, ആദമേ നീ എവിടെ? Adam is hiding behind. ആദം ഒളിച്ചു നിൽക്കുകയാണ്. He said, I am in fear. ഞാൻ ഭയത്തിലാണ്. Who told you you are in fear? ആര് ചോദിച്ചു? ദൈവം ചോദിക്കാൻ, ആര് പറഞ്ഞു നീ ഭയത്തിന്റെ So കീഴിലാണ്? the moment you move out of the love of God, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നീ വ്യതിചലിക്കുന്ന ഉടനെ all these things will come into your head. ഭയത്തിന്റെ കീഴിലേക്കാണ് പോകുന്നത്. That is finished on the cross. അതാണ് കുരിശിൽ പൂർത്തിയായത്. The love has come down. The eternal Son of God, നിത്യനായ ദൈവത്തിന്റെ പുത്രൻ, he came as a son of man, അത് മനുഷ്യന്റെ പുത്രനായി വന്നു, went to the cross, കുരിശിലേക്ക് കടന്നുപോയി, took all of you along with him. അവനോട് കൂടെ നിന്നെ എന്നെ എടുത്തോണ്ട് പോയി. When he died, അവൻ മരിച്ചപ്പോൾ you died.
അവനോട് കൂടെ നീ മരിച്ചു. When he was buried, അവൻ അടക്കപ്പെട്ടപ്പോൾ you too were buried. അവനോട് കൂടെ നീയും അടക്കപ്പെട്ടു. And when he was raised up, അവൻ ഉയർത്തപ്പെട്ടപ്പോൾ your old man was left behind. അവനോടൊപ്പം നിന്നെയും ഉയർത്തി. The old man was left behind. എല്ലാ മനുഷ്യനെയും പുറത്തേക്ക് തള്ളി. The old man was left പഴയ behind. മനുഷ്യൻ പുറത്തള്ളി. Came into the new life of Jesus. പുതിയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. This new you has to be teachable. പുതിയ മനുഷ്യൻ പഠിപ്പീർ ആവശ്യമുള്ളവനാണ്. So you cannot become new creation നിങ്ങൾക്ക് പുതിയ സൃഷ്ടി ആകാൻ പറ്റില്ല with the old mindset. പഴയ മനസ്സ് വെച്ചുകൊണ്ട് പുതിയ സൃഷ്ടി ആകാൻ So പറ്റില്ല. the sprinkling of the blood, ഈ രക്തത്തിന്റെ തളിക്കൽ it is renewing your mind അത് മനസ്സിനെയാണ് പുതുക്കുന്നത്. from evil conscience. ഓ എല്ലാ ദുർമനസാക്ഷിയാണ് What is this പുതുക്കുന്നത്. evil conscience? എന്നാ ഈ ദുർമനസാക്ഷി? That God does not love me. ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. God is love, ദൈവം സ്നേഹമാണ്. but he is a wrathful God. ദൈവം നല്ല ദൈവമാണ്. A wrathful God. ആ ദൈവം പ്രതികാരദാഹിയാണ്. So what is the wrath of God? എന്നാ ദൈവത്തിന്റെ പ്രതികാരം? Anything that opposes love and your destruction, എന്ത് ദൈവത്തിന്റെ സ്നേഹത്തിനെതിരായി നിങ്ങളെ തകർക്കുന്നോ that is the wrath of God. അതാണ് ദൈവത്തിന്റെ പ്രതികാരം. Today you are in him. ഇന്ന് നിങ്ങൾ അവനിലാണ്. You are in Jesus. നിങ്ങൾ യേശുവിലാണ്. And Jesus is face to face with the Father യേശു പിതാവിനോട് in മുഖാമുഖമായിരിക്കുന്നു. the Holy Spirit. പരിശുദ്ധാത്മാവ് And the Holy Spirit is teaching you. പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുന്നു. It is sprinkling inside you. ഓ നിന്റെ ഉള്ളത്തിലേക്ക് തളിച്ചിടുകയാണ്. It is revelation ഈ വെളിപാട് that God is love. ദൈവം സ്നേഹമാണെന്നുള്ള വെളിപാട്. That is the ultimate revelation. അതാണ് ആത്യന്തികമായ വെളിപാട്. Hallelujah. ഹല്ലേലൂയ. Today you are seated here ഇന്ന് നിങ്ങൾ ഇരുത്തപ്പെട്ടവരാണ്. getting this fresh revelation. ഈ വലിയ വെളിപാടിലേക്ക് വരികയാണ്. God is love. ദൈവ സ്നേഹമാണ്. I am in the Trinitarian fellowship. ഈ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് So the finished work means യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ you are in Jesus, നിങ്ങൾ യേശുവിലാണ്, face to face with the Father. അവനോട് മുഖാമുഖമാണ്. The Holy Spirit is teaching you. പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുകയാണ്. That's why Jesus said on that day, അതുകൊണ്ടാണ് യേശു ആ ദിവസത്തെ പറഞ്ഞ് you will know ആ ദിവസത്തെ നിങ്ങൾ അറിയും that I am in the Father. ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് ആ നാളിൽ നിങ്ങൾ അറിയോ. ഹല്ലേലൂയ. That day you will come to know I am in the Father, you are in me and we are in the Father. This is the Trinitarian mystery. You are washed, you are justified, you are cleansed. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. Take it, take it, take it, take it, സ്വീകരിക്കുക ഇതിനെ. take it, take it, grab സ്വീകരിക്കുക, it, grab it, grab it. സ്വീകരിക്കുക. Get up and speak. എഴുന്നേറ്റ് സംസാരിക്കുക. Get up and speak. എഴുന്നേറ്റ് വിളിച്ചു പറയുക. Tetelestai. In the name of Rabakasiata. Say it, I am washed. I am washed. ഞാൻ കഴുകപ്പെട്ടു. Each day, എല്ലാ ദിവസവും, each day, ഓരോ ദിവസവും morning. Look at the finished work of Jesus. യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലേക്ക് നോക്കുക. Through the finished work of Jesus, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ you are washed. നിങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. You are justified. നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. Hey, you are washed. നിങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. You are washed by the water നിങ്ങൾ ജലത്താൽ that കഴുകപ്പെട്ടിരിക്കുന്നു. came from Jesus. യേശുവിൽ നിന്ന് വന്ന ജലത്താൽ Oh, you are washed. നിങ്ങൾ കഴുകപ്പെട്ടു. Your heart is sprinkled നിങ്ങളുടെ ഹൃദയം മുഴുവൻ by തളിക്കപ്പെട്ടിരിക്കുന്നു. the precious blood of Jesus. യേശുവിന്റെ രക്തത്താൽ. Tetelestai, tetelestai, tetelestai. Oh, Zanalande, Zanalande, Zanalande. It is finished. Oh, tetelestai, tetelestai, tetelestai. Sing it louder. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ all the kidney patients, എല്ലാ കിഡ്നി രോഗമുള്ളവരും, all the kidney patients, എല്ലാ കിഡ്നി രോഗമുള്ളവരും, those who are under dialysis, ഡയാലിസിസിന്റെ കീഴിലായിരിക്കുന്നവർ, those who are going through difficulties in the kidneys,
കിഡ്നിയിൽ വൃക്കയിൽ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് സാഹചര്യങ്ങൾ അനുഭവിക്കുന്നവർ, Jesus is touching you now. യേശു ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുകയാണ്. That kidney stone is getting out of you. ആ കല്ല് നിങ്ങളിൽ നിന്ന് വിട്ടുമാറുകയാണ് In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. That swelling kidney. ആ നീര് വെച്ച വീങ്ങിയ വൃക്കകൾ In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Receive healing. സൗഖ്യത്തെ സ്വീകരിക്കുക. Receive healing. സൗഖ്യത്തെ സ്വീകരിക്കുക. The glory of Jesus. യേശുവിന്റെ മഹത്വം Let it manifest today. ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. All the kidney patients, those who are joining online. ഓൺലൈനിൽ ഞങ്ങളുടെ എല്ലാ കിഡ്നി രോഗികളും From the Tatalasta retreat. ഈ ടെലക്സായ ധ്യാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ Jesus പറയുന്നു, is healing you. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. You are washed. നിങ്ങൾ കഴുകപ്പെട്ടു.